പൈങ്ങോട്ടൂർ എന്നൊരു സ്ഥലം അറ്റ്ലസിലൊന്നും നോക്കിയാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഏറെക്കുറെ കിട്ടാൻ സാധ്യതയുണ്ട്. ഈ പരിപാടി കാണുന്ന ആളുകൾ ബഹുഭൂരിപക്ഷം പേര് ഇങ്ങനൊരു സ്ഥലം ഈ കേരളത്തിലുള്ളതായിട്ടോ ആ സ്ഥലത്തിന് എന്തെങ്കിലും ഒരു സവിശേഷത ഉള്ളതായിട്ടോ വിചാരിച്ച് കാണും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം അതങ്ങനെ വലിയ പ്രസിദ്ധമായ സ്ഥലമൊന്നുമല്ല. എറണാകുളം ജില്ലയുടെ കിഴക്ക് ഭാഗത്താണ്. എറണാകുളം ഇടുക്കി ജില്ലകൾക്കിടയിലാണ് ഈ സ്ഥലം. ഭൂമിശാസ്ത്രപരമായിട്ട് എറണാകുളം ജില്ലയിലാണ്. മൂവാറ്റുപുഴയിൽ നിന്ന് 15 കിലോമീറ്ററാണ്. കോതമംഗലത്തു നിന്നും 15 കിലോമീറ്ററാണ്. തൊടുപുഴയിൽ നിന്നും 15 കിലോമീറ്ററാണ്. ഈ 3 സ്ഥലത്തു നിന്നും 15 കിലോമീറ്റർ യാത്ര ചെയ്താൽ പൈങ്ങോട്ടൂർ എത്താൻ കഴിയും. അതാണ് വേറൊരു പ്രത്യേകത. ഇത് സാങ്കേതികമായിട്ട് എറണാകുളം ജില്ലയിലാണ്, പക്ഷേ കുറച്ചുകൂടി അടുപ്പം തൊടുപുഴയോടാണ്. ഈ സ്ഥലത്ത് നിന്ന് 2 പ്രസിദ്ധരായ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. ഒരാൾ ഇടുക്കി MP ആയി പ്രശോഭിക്കുന്ന നമ്മുടെ ഡി കുര്യാക്കോസാണ്. മറ്റേ ആൾ എല്ലാവർക്കും അറിയാവുന്ന മുഖ്യമന്ത്രിയുടെ നേരെ കൈ ചൂണ്ടി സംസാരിക്കാൻ തൻ്റെ ഇടമുള്ള ഡോക്ടർ മാത്യു കുഴൽനാടൻ. രണ്ടുപേരും പൈങ്ങോട്ടൂരുകാരാണ്. പൈങ്ങോട്ടൂർ മൂവാറ്റുപുഴ അസംബ്ലി മണ്ഡലത്തിലാണ്. അതേസമയത്ത് കോതമംഗലം താലൂക്കിലാണ്. ഇതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഈ സ്ഥലത്ത് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. സാധാരണക്കാരാണ് കൂടുതൽ. കർഷകരും സാധാരണക്കാരുമായ ആളുകൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ കത്തോലിക്കരും യാക്കോബായക്കാരും ഏതാണ്ട് തുല്യ നിലയിലാണ്. ഹിന്ദുക്കളും ധാരാളമുണ്ട്. മുസ്ലിങ്ങൾ അത്ര തന്നെയില്ല, എന്നാലും ഉണ്ട്. കുറച്ചും കൂടി അപ്പുറത്തേക്ക് നീങ്ങി കഴിഞ്ഞാൽ ഈ തങ്കളം അല്ലെങ്കിൽ നെല്ലിക്കുഴി ഭാഗത്തേക്ക് പോയാൽ മുസ്ലിം ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളും ഉണ്ട്. അപ്പോൾ ഇത് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സമുദായത്തിന് ഇതിനകത്ത് കുറച്ച് പ്രാധാന്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ്. അവിടുത്തെ പ്രശസ്തമായ ഒരു വിദ്യാലയമാണ് സെൻറ്റ് ജോസഫ് ഹൈസ്കൂൾ. അത് ആദ്യം ഹൈസ്കൂളായിരുന്നു. ഹൈസ്കൂളായിരുന്ന കാലത്ത് 1 മുതൽ 7 വരെ ക്ലാസ്സുകളിൽ ആൺകുട്ടികളെ അഡ്മിറ്റ് ചെയ്യും. മിക്സഡാണ്. 8, 9, 10 ക്ലാസ്സുകളിൽ പെൺകുട്ടികൾ മാത്രം ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ ഹയർ സെക്കൻഡറി തുടങ്ങി കഴിഞ്ഞപ്പോൾ ഹയർ സെക്കൻഡറിയിലും ആൺകുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാൻ തുടങ്ങി. അവർക്ക് അഡ്മിഷൻ കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇത് മിക്സഡും അല്ല ഗേൾസും അല്ല എന്ന് പറയാവുന്നൊരവസ്ഥയിലേക്ക് എത്തി. അങ്ങനെ ശാന്തമായി സമാധാനപരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് ക്ലാരിസ്റ്റ് കോൺവെൻറ്റ് എന്ന് പറഞ്ഞ കന്യാസ്ത്രീകളുടെ ഒരു കോൺഗ്രിഗേഷൻ്റെ കീഴിലാണ് ഉള്ളത്. ഈ ക്ലാരിസ്റ്റ് കന്യാസ്ത്രീമാർ വളരെ സ്തുത്യർഹമായ രീതിയിൽ സ്ഥാപനം നടത്തുന്നു. അവിടെ ജാതി മത ഭേദമന്യേ എല്ലാ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെയും വിദ്യാർത്ഥിനികളെയൊക്കെ അഡ്മിഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് എന്തുണ്ടാകുന്നത്? നിസ്കാര വിവാദം. അവിടെ ഏതാണ്ട് 500ഓളം മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷവും പെൺകുട്ടികളാണ്. ഇന്ന് വരെ ഒരൊറ്റ വിദ്യാർത്ഥിയും സ്കൂൾ കോമ്പൗണ്ടിൽ അല്ലെങ്കിൽ സ്കൂൾ കെട്ടിടത്തിൽ നിസ്കാരം നടത്തിയതായിട്ട് ചരിത്രമില്ല. അങ്ങനെ ഇരിക്കവേ ഒരു പ്രത്യേക ക്ലാസ്സിലെ 2 പെൺകുട്ടികൾ ക്ലാസ് മുറിയിൽ നിസ്കരിക്കുന്നതായിട്ട് ടീച്ചർക്ക് അറിവ് കിട്ടി. മിക്കവാറും അധ്യാപികവരും കന്യാസ്ത്രീകളാണ്. കന്യാസ്ത്രീകളുടെ സ്കൂളാണ്. ഇവർ കിട്ടുന്ന ശമ്പളം മുഴുവനും കന്യാസ്ത്രീ മഠത്തിലേക്ക് കൊടുക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടില്ല. കന്യാസ്ത്രീയുടെ ശ്രദ്ധയിൽപ്പെട്ടു. കന്യാസ്ത്രീ ഉടനെ തന്നെ അഡ്മിഷൻസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. അഡ്മിഷൻസ് 2 കുട്ടികളെ ഓഫീസിൽ വിളിപ്പിച്ചു. ക്ലാസ് മുറിയിൽ നിസ്കരിക്കാൻ പറ്റുകയില്ല. ഇതൊരു ക്രിസ്ത്യൻ സ്ഥാപനമാണ്. ഇങ്ങനെ ക്ലാസ്സിൽ നിസ്കരിക്കുന്നത് ഇവിടുത്തെ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റിന് ചേർന്നതല്ല എന്ന് പെൺകുട്ടികളെ ഗുണദോഷിച്ചു. കുട്ടികൾ അത് അത്ര പെട്ടെന്ന് അങ്ങോട്ട് അംഗീകരിച്ചു കൊടുത്തില്ല. എങ്കിൽ പോലും താൽക്കാലത്തേക്ക് ആ പ്രശ്നം അവിടെ അവസാനിച്ചു. അപ്പോഴാണ് നമ്മുടെ നിർമ്മല കോളേജിലും പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. നിർമ്മല കോളേജിൽ വലിയ വിവാദം ഉണ്ടാകും. അടുത്ത ദിവസം സ്ഥലത്തുള്ള പള്ളിയിലെ ഉസ്താദുമാരൊക്കെ കോളേജിലെത്തി പ്രിൻസിപ്പളിനെ കണ്ട് ഖേദം പ്രകടിപ്പിക്കുന്നു. പ്രശ്നം തീരുന്നു. നമ്മളിവിടെ പറഞ്ഞാൽ ആ പ്രശ്നം കഴിഞ്ഞ് അതോടൊപ്പം ഇവിടുത്തെ ഈ നിസ്കാരവും താൽക്കാലികമായിട്ട് നിന്നുപോയി. അതിൻ്റെ പുറകെ കേരളത്തെ പിടിച്ചു കുലുക്കിയ വലിയ നമ്മുടെ പ്രകൃതിക്ഷോഭം ഉണ്ടാവും. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടാവും. 100 കണക്കിന് ആളുകൾ മരിക്കുന്നു. കേരളത്തിൻ്റെ ശ്രദ്ധ മൊത്തം അങ്ങോട്ട് തിരിക്കും. പൈങ്ങോട്ടൂർ ശാന്തമാണ്. ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അത് കഴിഞ്ഞ് വീണ്ടും ഒരു സാധാരണ നിലയിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് അതേ പെൺകുട്ടികൾ 2 പേർ 500ഓളം മുസ്ലിം കുട്ടികൾ പഠിക്കുന്ന വിദ്യാലയത്തിൽ 2 പെൺകുട്ടികൾ ക്ലാസ് മുറിയിൽ വീണ്ടും നിസ്കരിക്കും. അപ്പോൾ അഡ്മിഷൻസ് സീരിയസ് ആയിട്ട് എടുത്തു. പെൺകുട്ടികളെ വിളിച്ചു പറഞ്ഞ് നിങ്ങളിങ്ങനെ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ കുട്ടികൾ തീരെയും വകവയ്ക്കുന്ന പ്രകൃതത്തിലല്ല. അവർ പറഞ്ഞ് ഞങ്ങൾ ഇവിടെ തന്നെ നിസ്കരിക്കും. ഞങ്ങളുടെ മൗലിക അവകാശമാണ് ക്ലാസ് മുറിയിൽ നിസ്കരിക്കുക എന്നുള്ളത്. പ്രിൻസിപ്പൾ അഥവാ അഡ്മിഷൻസ് കന്യാസ്ത്രീയാണ്. അവരപ്പോൾ തന്നെ 2 കുട്ടികളുടെ രക്ഷകർത്താക്കളെ വിളിപ്പിച്ചു. അപ്പോൾ രക്ഷകർത്താക്കളെ കണ്ടപ്പോൾ കാര്യം മനസ്സിലായി. രക്ഷകർത്താക്കളുടെ അറിവോടും സമ്മതത്തോടും ആശീർവാദത്തോടും കൂടിയാണ് ഈ പെൺകുട്ടികൾ ക്ലാസ്സിൽ നിസ്കരിക്കുന്നത്. ഒരു കുട്ടി ഒരു സർക്കാർ ജീവനക്കാരൻ്റെ മകളാണ്.
സർക്കാർ ജീവനക്കാരോട് പറഞ്ഞു നിങ്ങളുടെ മകൾ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, ഇവിടെ ഈ പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെയല്ലോ, പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ആൺകുട്ടികൾക്കാണെങ്കിലും വിദ്യാർത്ഥികൾക്ക് മതസ്വാതന്ത്ര്യമുണ്ട്, ഇവിടെ നിസ്കരിക്കുന്നതിന് എന്താണ് തകരാറ് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ പ്രിൻസിപ്പൾ പറഞ്ഞു ഇവിടെ നടക്കില്ല, ഇവിടെ വേറെ സെറ്റപ്പാണ്, നിസ്കരിക്കണം എന്നുള്ള ഒരു പള്ളിയിൽ പോയി നിസ്കരിക്കണം, അല്ലാണ്ട് ഇവിടെ ഈ പരിപാടി നടക്കില്ല. അപ്പോൾ അയാൾ ഏകദേശം കുറച്ചു നേരം കേട്ടപ്പോൾ പുള്ളി എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് പോയി. മറ്റേ കുട്ടിയുടെ കാര്യം ഇതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവമുള്ളതാണ്. മറ്റേ കുട്ടിയുടെ പിതാവ് ഒരു മൗലവിയാണ്. മൗലവി കട്ടൻ ഡ്രൈ ആയിട്ട് പറഞ്ഞു എൻ്റെ മകൾ ഈ സ്കൂളിൽ പഠിക്കുന്നിടത്തോളം കാലം അവൾ ഈ ക്ലാസ്സിൽ തന്നെ നിസ്കരിക്കും, കന്യാസ്ത്രീ അല്ല, അതിൻ്റെ അപ്പുറത്തെ സ്ത്രീ വിചാരിച്ചാലും ഇവിടെ യാതൊരു മാറ്റവുമില്ല, ആര് പറഞ്ഞാലും ശരിയാണ്, ഞങ്ങൾ ഇതിൽ തന്നെ ഉറച്ചു നിൽക്കും. അപ്പോൾ കന്യാസ്ത്രീ ആകെ കുഴപ്പത്തിലായി. അപ്പം തന്നെ അവർ രൂപതയിൽ അറിയിച്ചു, ബിഷപ്പ് തിരുമേനെ അറിയിച്ചു, വൈദികരെ അറിയിച്ചു, അൽമായ മുന്നേറ്റക്കാരെ അറിയിച്ചു, നാട്ടുകാരെ അറിയിച്ചു. എല്ലാവരും കൂടി ഒരു മീറ്റിംഗ് വിളിച്ചു. ആ മീറ്റിങ്ങിലേക്ക് മൗലവിയെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇവിടെ ഈ സ്കൂളിൽ ഈ കുട്ടിക്കെന്നല്ല ഒരു കുട്ടിക്കും നിസ്കരിക്കാൻ പറ്റുകയില്ല, തൊട്ടപ്പുറത്ത് പള്ളിയുണ്ട്, സ്കൂളിൻ്റെ ഗേറ്റിൽ നിന്ന് കേവലം 500 മീറ്റർ ദൂരെ നിസ്കാരത്തിനുള്ള അവസരമുണ്ട്, വെള്ളിയാഴ്ച ദിവസം 2 മണിക്കൂർ ഇതിനു വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്, ആ സമയത്ത് അവിടെ പോയി നിസ്കരിക്കാം. അതിന് വേണ്ടിയിട്ടാണ് 2 മണിക്കൂർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പിതാവ് പറഞ്ഞു അത് നടക്കില്ല, പള്ളിയിൽ പോയി നിസ്കരിക്കാൻ എൻ്റെ മകൾക്ക് സൗകര്യമില്ല, സ്കൂളിൽ തന്നെ നിസ്കരിക്കും. എന്ന് മാത്രമല്ല മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നിന്നൊരു വ്യത്യാസമുണ്ട് പൈങ്ങോട്ടൂർ സെൻറ്റ് ജോസഫിലെത്തുമ്പോൾ. അതെന്താ അറിയുമോ, ആഴ്ചയിൽ 5 ദിവസവും എൻ്റെ മകൾ ഈ സ്കൂളിൽ തന്നെ നിസ്കരിക്കും. എങ്ങനെയുണ്ട്? തിങ്കൾ മുതൽ വെള്ളി വരെ, ഈ മെഗാ സീരിയൽ പോലെയാണ്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഈ കുട്ടിയും നിസ്കരിക്കും. ദിവസം 5 നേരം നിസ്കരിക്കേണ്ടത് നമ്മുടെ ഈമാനിൻ്റെ ഭാഗമാണ്, ഒരു വിട്ടുവീഴ്ചയില്ല. അപ്പോൾ ഇതിലൊരു കന്യാസ്ത്രീ ഗവൺമെൻറ് കോളേജിൽ പഠിച്ചതാണ്. ആ കന്യാസ്ത്രീ പറഞ്ഞു ഇതെങ്ങനെ ശരിയാവുന്നത്, ഞാനും കോളേജിൽ മറ്റേ ട്രെയിനിങ് കോളേജിലും മറ്റേ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ മുസ്ലിം കുട്ടികളുണ്ടായിരുന്നല്ലോ, ഹോസ്റ്റലിലും ഉണ്ടായിരുന്നു, അവരാരും കോളേജിൽ നിസ്കരിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ, ഇതെങ്ങനെ സാധിച്ചു? മാത്രമല്ല ഈ സ്കൂൾ ഏത് കൊല്ലത്തിൽ തുടങ്ങി എത്ര കൊല്ലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നതാണ്, ഈ പൈങ്ങോട്ടൂരും തങ്കളത്തും അതുപോലെ നെല്ലിക്കുഴിയിലുമൊക്കെ എത്രയോ മുസ്ലിങ്ങളുണ്ട്, എത്ര കുട്ടികളിവിടെ പഠിച്ചിട്ടുണ്ട്, അവരാരും ഇന്ന് വരെ ഇങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ മൗലവി പറഞ്ഞു അതൊന്നും എനിക്കറിയില്ല, എനിക്കറിയേണ്ട ആവശ്യമില്ല, എൻ്റെ മകൾക്ക് ഇവിടെ നിസ്കരിക്കണം, നിസ്കരിച്ചേ മതിയാവും. ഇനി അതല്ലെങ്കിൽ ഞാനൊരു പരിഹാരം കണ്ടുപിടിക്കാം, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഞാൻ അല്ലെങ്കിൽ എൻ്റെ ഭാര്യ ഇവിടെ വന്ന് മകളെ കൂട്ടിക്കൊണ്ടുപോയി പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരാം. അപ്പോൾ അത് പ്രിൻസിപ്പൾ പറഞ്ഞാൽ അത് നടക്കില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും കുട്ടികളെ ഇങ്ങനെ തുറന്നു വിടാൻ പറ്റില്ല. കുട്ടികളെ തുറന്നു വിടാൻ അപ്പുറം ഇപ്പുറമൊക്കെ പല വിധത്തിലുള്ള പൂവാലന്മാരും തല്ലിപ്പുളികളും ആവാസന്മാരും ഉണ്ട്, പിന്നെ മയക്കുമരുന്ന് കച്ചവടക്കാരുണ്ട്. ഈ കാക്കയും പരുന്തും കൊണ്ടുപോയിട്ട് ഈ കുട്ടികളെ വൈകുന്നേരം തിരിച്ചെത്തിക്കേണ്ടത് ഞങ്ങളുടെ ജോലിയാണ്, നമ്മുടെ ഈ തൊഴിലിൻ്റെ ഭാഗമാണ്, അതുകൊണ്ട് ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രൂപതയിൽ നിന്ന് വന്ന ആൾക്കാരും കട്ടൻ ഡ്രൈ ആയിട്ട് പറഞ്ഞു നടക്കില്ല, ഈ പ്രസ്ഥാനം നടക്കില്ല. ഏതായാലും മൗലവി മാനേജ്മെൻറ്റിനെ വെല്ലുവിളിച്ചിട്ടാണ് പോയിട്ടുള്ളത്. ഇനി പുള്ളി എന്ത് ചെയ്യുന്നറിയില്ല. പോപ്പുലർ ഫണ്ടുകാരെ വിളിച്ചു കൊടുത്തിട്ട് കന്യാസ്ത്രീയുടെ കഴുത്ത് വെട്ടിക്കോ കൈ വെട്ടിക്കോ തല വെട്ടിക്കോ എന്ന് നമുക്കറിയില്ല. അങ്ങനെ വെല്ലുവിളിച്ച് പോയിരിക്കുകയാണ്. അപ്പോൾ കന്യാസ്ത്രീ വളരെ ധീരമായിട്ട് നെഞ്ചു പിടിച്ച് നിൽക്കുകയാണ്, ഒരു കാരണവശാലും ഇവിടെ ഇത് നടക്കില്ല. അപ്പോഴത്തേക്കും ഇത് കത്തോലിക്ക മറ്റേ ഈ കോതമംഗലം മെത്രാൻ്റെ അധികാരപരിധിക്കകത്ത് തന്നെ ഈ സംഭവം തുറക്കുന്നത്. കോതമംഗലം രൂപതയുടെ ആഫീസിൽ നിന്ന് ഒരു പ്രസ്താവന ഇറങ്ങി. അങ്ങനെയാണ് പൊതുസമൂഹത്തിൽ ഈ കാര്യങ്ങൾ അറിഞ്ഞത്. അതിനുമുമ്പ് ആരും അറിഞ്ഞില്ല, പൈങ്ങോട്ടൂർ മാത്രം ഒതുങ്ങിയെന്നൊരു ചെറിയ കാര്യമാണ്. അവർ പ്രസ്താവന ഇറക്കി, ഇത് ഒരു കാരണവശാലും പറ്റുകയില്ല, നിർമ്മല കോളേജിലും പറ്റുകയില്ല, പൈങ്ങോട്ടൂർ സെൻറ്റ് ജോസഫിലും പറ്റുകയില്ല, കേരളത്തിൽ കത്തോലിക്ക സഭയുടെ ആഭിമുഖ്യത്തിലുള്ള ഒറ്റ സ്ഥാപനത്തിലും ഈ കലാപരിപാടി നടക്കില്ല എന്ന് പറഞ്ഞു. അത് നമ്മുടെ മാതൃഭൂമി മനോരമാദി പത്രങ്ങളൊന്നും ഇത് പ്രസിദ്ധീകരിക്കാൻ കൂട്ടാക്കിയില്ല. പക്ഷേ ദീപിക പത്രം ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും അതിരൂക്ഷമായ ഭാഷയിൽ ഒരു മുഖപ്രസംഗം എഴുതി. പള്ളിയും പള്ളിക്കൂടവും വഖഫ് ബോർഡിൻ്റെ കീഴിലല്ല, ഇവരുടെ നിസ്കാരവും അല്ലെങ്കിൽ റാത്തീബും പാച്ചോറ് നിറച്ചൊന്നും ഇവിടെ നടക്കില്ല, ഇത് ക്രിസ്ത്യാനികളുടെ പള്ളിക്കൂടത്തിൽ ഈ വക കലാപരിപാടി നടക്കില്ല, കത്തോലിക്ക സഭയുടെ സ്ഥാപനത്തിൽ ഈ കലാപരിപാടി ഒരു കാരണവശാലും അനുവദിക്കുകയില്ല എന്ന് വളരെ രൂക്ഷമായ ഭാഷയിൽ ദീപിക മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ്. അങ്ങനെ ഇനിയിപ്പോൾ എന്തുണ്ടാവും നമുക്ക് പറയാൻ ആളില്ല. ഇവിടുത്തെ 2 പൊതുപ്രവർത്തകരാണ് ഞാൻ പറഞ്ഞല്ലോ, ഒരാൾ ഡി കുര്യാക്കോസാണ്, സ്ഥല MP, മറ്റേയാൾ നമ്മുടെ പ്രിയങ്കരനായ മാത്യു കുഴൽനാടനാണ്. 2 പേരെയും കാണാനില്ല, അമ്പലനടയിലും കണ്ടില്ല, അരയാൽ തറയിലും കണ്ടില്ല. മൂവാറ്റുപുഴയിൽ പ്രശ്നം ഉണ്ടായപ്പോഴും ഇതുപോലെ തന്നെയായിരുന്നു. നിർമ്മല കോളേജിൽ ഈ ബഹളമെല്ലാം കഴിഞ്ഞ്
ഈ ഉസ്താദുമാർ പള്ളിയിൽ വന്ന് മാപ്പ് പറഞ്ഞ്, അല്ല നിർമ്മല കോളേജിലെ പ്രിൻസിപ്പളിനൊക്കെ വന്ന് കണ്ട് ഖേദം പ്രകടിപ്പിച്ച് പോയതിന് ശേഷം ഇവർ രണ്ടുപേരും ഫോൺ വിളിച്ചു. പ്രിയപ്പെട്ട അച്ഛൻ, ഞങ്ങളുടെ ആത്മീയ പിന്തുണ അച്ഛനാണ്, ഞങ്ങൾ പറഞ്ഞിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ മുല്ലാക്കന്മാരവിടെ വന്ന് മാപ്പ് പറഞ്ഞ്, ഈ കാര്യം വേറെ ആരോടും പറയണ്ട, നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി എന്നാണ് ഈ രണ്ട് ബഹുജന നേതാക്കന്മാരും പറഞ്ഞത്. പക്ഷേ മൂവാറ്റുപുഴയിലെ മറ്റ് നേതാക്കന്മാർ അതുപോലും ചെയ്തില്ല, അത് വേറെ കാര്യം. അതുപോലും CPM-കാരോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്കാരോ ചെയ്തില്ല. ഇവർ രണ്ടുപേരും രഹസ്യമായിട്ടാണെങ്കിലും അച്ഛനെ വിളിച്ച് പറയാനുള്ള ഒരു മര്യാദ കാണിച്ചു. ഏതായാലും ഈ പൈങ്ങോട്ടൂർ ഇങ്ങനൊരു വിഷയം ഉണ്ടായപ്പോൾ രണ്ടുപേരും, ഒരാൾ തിരുവനന്തപുരത്തേക്കും മറ്റേയാൾ ഡൽഹിക്കും വലിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ പ്രതികരിച്ചിട്ടില്ല, പ്രതികരിക്കുകയില്ല. അവരുടെ പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുമില്ല. അപ്പോൾ ഇനി എന്താണെന്നുള്ളതാണ് നമ്മുടെ മുമ്പിലെ ചോദ്യം. ഈ കന്യാസ്ത്രീയുടെ കഴുത്ത് വെട്ടലാണോ, കൈവെട്ടലാണോ, അതോ നിസ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കലാണോ? ഇപ്പോൾ ഹിജാബ് ധരിക്കാം എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ സ്കൂളിൽ നിസ്കരിക്കുന്നതിന് എന്താ തകരാറ് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ട് ഉയർന്നു വരും. പക്ഷേ സുപ്രീം കോടതിയേക്കാളും നല്ല മാർഗം ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ വരുന്ന 2025 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകൾ നടക്കും. അത് കഴിഞ്ഞ് 26 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും. അപ്പോൾ UDF-ന് ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ആർക്കായിരിക്കും? തീർച്ചയായിട്ടും മുസ്ലിം ലീഗിനായിരിക്കും. മുസ്ലിം ലീഗിന് വിദ്യാഭ്യാസ വകുപ്പ് കിട്ടുമ്പോൾ ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കേരള എഡ്യൂക്കേഷൻ റൂൾസ് ഉണ്ട്, KER, അത് ഭേദഗതി ചെയ്യാം. ഈ എല്ലാ സ്കൂളിനോടും ചേർന്ന്, അത് ഹിന്ദു ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ആയിക്കോട്ടെ, സർക്കാരായിക്കോട്ടെ, സ്കൂളിനോട് ചേർന്ന് ഓരോ നമസ്കാര പള്ളി സ്ഥാപിക്കുക. താല്പര്യമുള്ള കുട്ടികൾക്ക് അവിടെ നമസ്കരിക്കാം. അത് ഗവൺമെൻറ് സ്കൂളിലും ചെയ്യണം. ഹിന്ദു മാനേജ്മെൻറ്റുള്ള NSS, SNDP അടക്കമുള്ള ഹിന്ദു മാനേജ്മെൻറ്റുകളും ചെയ്യണം. അതുപോലെ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളും ചെയ്യണം. അതിന് യാക്കോബായ അല്ലെങ്കിൽ കത്തോലിക്ക, ലത്തീൻ കത്തോലിക്ക, ഇങ്ങനെ യാതൊരു വേർതിരിവും പാടില്ല. പണ്ട് എല്ലാ പള്ളിയോടും ചേർന്ന് പള്ളിക്കൂടമായിരുന്നു. ഇനി ഓരോ പള്ളിയോടും ചേർന്ന് ഓരോ പള്ളിക്കൂടത്തോടും ചേർന്ന് പള്ളി എന്ന് വെച്ചാൽ നമസ്കാര പള്ളി കൂടി തുടങ്ങണം എന്ന രീതിയിൽ KER ഭേദഗതി ചെയ്താൽ മതി. അപ്പോൾ പ്രശ്നം തീരും. എന്ന് മാത്രമല്ല, അവിടെ ഈ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുക്കാൻ വയ്ക്കുന്ന ഉസ്താദിൻ്റെ ശമ്പളവും കൂടി ഖജനാവിൽ നിന്ന് കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു പരിണതിയാണ് ഇതിന് ഏറ്റവും നല്ലത്. അപ്പോൾ ആർക്കും ആക്ഷേപം പറയാൻ പറ്റില്ല. കന്യാസ്ത്രീകൾക്കും പറയാൻ പറ്റില്ല, സുകുമാരന്മാർക്കും പറയാൻ പറ്റില്ല, വെള്ളാപ്പള്ളി നടേശനും പറയാൻ പറ്റില്ല, ആർക്കും പറയാൻ പറ്റില്ല. ഇതുപോലെ ദീപികയ്ക്ക് മുഖപ്രസംഗം എഴുതാനും പറ്റട്ടോ. അതാണിപ്പോൾ ചെയ്യാവുന്നത്. പണ്ട് എല്ലാ സ്കൂളിലും അറബി പഠിക്കാൻ കുട്ടികളുണ്ടെങ്കിൽ അറബി മാഷിനെ നിയമിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അറബി മാഷായി. അതുപോലെ എല്ലാ സ്കൂളിലും നിസ്കരിക്കാൻ കുട്ടികളുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു നമസ്കാര പള്ളി കൂടി സ്കൂളിനോട് ചേർത്ത് പണിയണം, കോളേജിലും പണിയണം. അവർക്കുള്ള ശമ്പളവും മാനേജ്മെൻറ്റ് മുഖേന സർക്കാരിൽ നിന്ന് കൊടുക്കും എന്ന് വന്നാൽ കുറച്ച് മുല്ലാക്കന്മാർക്ക് ഖജനാവിൽ നിന്ന് ശമ്പളം കിട്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. ഈ രീതിയിൽ ശ്രമിക്കുകയാണ് നല്ലത്. അപ്പോൾ 2026 വരെ കാത്തിരിക്കുക. കാരണഭൂതൻ ന്യൂനപക്ഷത്തോട് താല്പര്യമുള്ള ആളാണെങ്കിൽ ഇതുപോലത്തെ പരിഷ്കാരമൊന്നും പുള്ളി നടപ്പാക്കിയില്ല. അതിനിപ്പോൾ ചെന്നിത്തല മുഖ്യമന്ത്രി ആയാലും ശരിയാണ്, സതീശൻ മുഖ്യമന്ത്രി ആയാലും ശരിയാണ്, വിദ്യാഭ്യാസ വകുപ്പ് ലീഗായിരിക്കുന്നിടത്തോളം കാലം ഇതുപോലുള്ള പരിഷ്കാരങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു നല്ല നാളെ ദീർഘദർശനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി. ജയ് ഹിന്ദ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.